ഹായ് നമസ്കാരം. ബ്ലോഗേട്ടനാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അറപ്പത്തോടിൻ്റെ അവിടെയാണ് കേട്ടോ. തളിക്കുളം അറപ്പത്തോട് എല്ലാവർക്കും അറിയാം, സ്നേഹതീരത്തിനടുത്തുള്ള അറപ്പത്തോട്. എന്നാൽ ഇപ്പോൾ അത് ഓഹോ ബീച്ച് എന്ന് പറഞ്ഞാലാണ് കൂടുതൽ അറിയുക. കാരണം ഇവിടെ ഈ അറപ്പത്തോടിൻ്റെ അവിടെ ഓഹോ ബീച്ച് എന്ന് പറയുന്നൊരു സംഭവം കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും ഈ ഓഹോ ബീച്ചിനേക്കാളും ഫേമസ് ആയിട്ടുള്ളത് ഈ അറപ്പത്തോട് തന്നെയാണ്. ഈ ഒരു തോട് നമ്മൾ പല വീഡിയോകളിലും റീലുകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. പല സെലിബ്രിറ്റീസും ഒക്കെ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണിത്. പക്ഷേ ഇപ്പോൾ മഴക്കാലത്തിൻ്റേതായിട്ടുള്ള ഒരു ഇതൊന്നും കാണുന്നില്ല കേട്ടോ. കാരണം നിറഞ്ഞിട്ടൊന്നുമില്ല അറപ്പത്തോട്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുറഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ. അന്ന് നന്നായിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നന്നായിട്ട് മഴ പെയ്തപ്പോൾ അറപ്പത്തോട് തുറന്നിട്ടുണ്ടായിരുന്നു, കടലിലേക്ക് തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. മഴ പെയ്ത് നന്നായിട്ട് വെള്ളം കൂടിയ സമയത്ത് കടലിലേക്ക് ഇത് തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം വീണ്ടും അവിടേക്ക് അടഞ്ഞു, ആ മണ്ണൊക്കെ വന്ന് അടഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത മഴ തുടങ്ങുകയല്ലേ, ഇനിയിപ്പോൾ വീണ്ടും ഇത് നിറയും. ആ നിറഞ്ഞ് ഒഴുകുന്ന കാണാൻ നല്ല രസമാണ്. ആ സമയത്ത് കുറച്ച് അപകടമാണ് ആ ഒരു ഏരിയ ഒക്കെ. കാരണം ഇപ്പോൾ ആളുകളൊക്കെ അവിടെ ഇറങ്ങി കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. പക്ഷേ ശരിക്കും നല്ലപോലെ മഴ പെയ്ത് നല്ല കടലൊക്കെ ഇളകി വരുന്ന സമയത്ത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ ഒരുപാട് പേര് കടലിൽ പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണം നമ്മൾ വരുന്നവർ. കടലിൻ്റെ ഭംഗി കാണുമ്പോൾ കടലിലേക്ക് ചാടി ഇറങ്ങാൻ നിൽക്കരുത്. അപ്പോൾ ഓഹോ ബീച്ചിൽ ഇപ്പോൾ കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് ആണോയെന്നറിയില്ല. ഇപ്പോൾ ഒരു ഉച്ചയാവുന്നേ ഉള്ളൂ സമയം. വൈകുന്നേരം തുറക്കുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. പക്ഷേ മുമ്പത്തെ പോലെ വേനൽക്കാലത്തിൻ്റെ ആ ഒരു വൈബൊന്നും എന്തായാലും ഉണ്ടാവില്ല. കാരണം മഴക്കാലമായി കഴിയുമ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു ബീച്ച് ടൂറിസം അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഡൗൺ ആയിരിക്കുമല്ലോ ഈ മഴക്കാലത്ത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം. അതുപോലെ തന്നെ സ്നേഹതീരത്താണെങ്കിലും എല്ലായിടത്തും അത് തന്നെയാണ് അവസ്ഥ. പക്ഷേ വാടാനപ്പള്ളി ബീച്ചൊക്കെ കുറച്ചുകൂടിയും ബെറ്ററായി വരുന്നുണ്ട്. അവിടെ ആളുകളൊക്കെ കുറേ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ബീച്ച് ടൂറിസം കടലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തായാലും വേറെ എവിടെ പോകുന്നതിനേക്കാളും ഒരു സന്തോഷവും മനസ്സിന് സമാധാനവും ഒക്കെ കിട്ടുന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ അതിൻ്റെ കടലിനടുത്തും ഒക്കെ ടൂറിസം പ്രൊജക്റ്റുകളൊക്കെ തുടങ്ങുമ്പോൾ അതിനോട് ഇണങ്ങുന്ന രീതിയിൽ തന്നെ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഓഹോ ബീച്ച് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നിറയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നോക്കിയേ, ഈ അറപ്പത്തോടിൻ്റെ സൈഡിലൊക്കെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കണ്ടോ. നിറയെ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് നിറച്ചുണ്ട്. അതിൽ മാത്രമല്ല അവിടെ ഇതിൻ്റെ നടുവിൽ കൂടെയൊക്കെ തോടുകൾ പോകുന്നുണ്ട്. ഈ തോടിൻ്റെ ചുറ്റുമൊക്കെ അവർ പാലങ്ങളും ഒക്കെ നിർമ്മിച്ചൊക്കെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് ഒക്കെ നല്ല രസമാണ്. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് ഫാമിലിയോടൊക്കെ ഒപ്പം കടൽക്കാറ്റും കൊണ്ടുവന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ തോട് ഇതിലൊക്കെ നിറച്ചും പ്ലാസ്റ്റിക് വേസ്റ്റാണ്. കുപ്പികൾ, ഈ ലേസ് അതുപോലുള്ള സാധനങ്ങളുടെയൊക്കെ കവറുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയൊക്കെ കുപ്പികൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിറച്ചും ഇട്ടിരിക്കും. ഇതൊക്കെ ഒന്ന് പറക്കി കളയാനോ ഒന്നും ആരുമില്ല. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ അതിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് വേസ്റ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ബോട്ടിൽ ബൂത്തിലും ഇട്ടിട്ടുള്ളത് ബോട്ടിലൊന്നുമല്ല, മറ്റ് പ്ലാസ്റ്റിക് കവറുകളൊക്കെയാണ്. അപ്പോൾ വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. പിന്നെ ഇത് മാനേജ് ചെയ്യുന്നവരും ഇത് വേസ്റ്റൊന്നും ഒഴിവാക്കാനുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കാരണം വെള്ളത്തിലൊക്കെയാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. കടൽ ചെറുതായിട്ട് കൂടി തുടങ്ങിയിട്ടുണ്ട്. മുമ്പത്തെ പോലെയല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെയല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടൽ വളരെ ശാന്തമായിരുന്നു, നല്ല നീലക്കടലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കടൽ പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ ന്യൂനമർദ്ദത്തിൻ്റെയൊക്കെ ആയിരിക്കാം. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയോ ന്യൂനമർദ്ദമോ എന്തോ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിരിക്കും. എന്തായാലും കടലിൽ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട്. ചെറിയ വഞ്ചികൾ ഒക്കെ പോകുന്നുണ്ട്. ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് ബോട്ടുകൾ, യന്ത്രവൽകൃത ബോട്ടുകളൊന്നും കടലിൽ പോകുന്നുണ്ടാവില്ല. ബാക്കി വള്ളങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വളരെ ശാന്തമായിട്ട് കിടക്കുന്നു കടൽ തീരം. ഇവിടെയാണ് ഓഹോ ബീച്ച് ഉണ്ടായിരുന്ന സമയത്ത് പ്രോഗ്രാംസൊക്കെ നടത്തിയിരുന്ന സ്ഥലമാണ്. മിക്കവാറും ഡെയിലി ഇവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ തുറക്കും, കടലും ഈ അറപ്പത്തോടും തമ്മിൽ ജോയിൻ്റ് ആവും, വെള്ളം ഒഴുകി തുടങ്ങും. അപ്പോൾ ഇവിടെ ഒരു പരിപാടി നടക്കില്ല. ഇപ്പോൾ ഇവിടെ ഒരു മൈതാനം പോലെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടി പരിപാടികളൊക്കെ നടത്തിയിരുന്നത്. ഇപ്പോൾ വറ്റിക്കെടുക്കുകയാണ് ഇവിടെ. ഇനിയിപ്പോൾ മഴ തുടങ്ങുന്നതോടുകൂടി, ഇനി അടുത്ത ഘട്ടം മഴ തുടങ്ങുന്നതോടുകൂടി അവിടെ നിന്നെല്ലാം ഉള്ള വെള്ളമൊക്കെ ഇങ്ങോട്ട് കുത്തി ഒഴുകി വന്ന് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒഴുക്കായിരിക്കും ഈ ഒരു ഏരിയയിൽ ഉണ്ടാവുക.
ഇവിടെ ഇപ്പോൾ അപകട മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ഈ തളിക്കുളം പഞ്ചായത്തിൽ മിക്കവാറും എല്ലാ ബീച്ചുകളിലും വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അപകടങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടായി തുടങ്ങിയതിന് ശേഷമാണ് ഇത് വെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ തന്നെ പലരും കടലിലൊക്കെ കുളിക്കാൻ ഇറങ്ങിയിട്ട് ചുഴിയിലൊക്കെ പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ബീച്ചുകളിലെല്ലാം ഇത് വെച്ചിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ബീച്ചുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര സേഫായിട്ടുള്ള ബീച്ചുകളല്ല. ഏത് നിമിഷം വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പരിധി വരെ അറിയാം ഇവിടെ എവിടെയൊക്കെയാണ് അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ചുഴികളുള്ളതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ബീച്ചിലൊക്കെ വരുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുമ്പോൾ പലരും പറയാറുണ്ട്, മക്കളെ ബീച്ചിൽ ഇറങ്ങരുത്, കടലിൽ ഇറങ്ങരുത് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വാക്ക് പോലും ധിക്കരിച്ചു കൊണ്ടാണ് പലരും ഇറങ്ങാറ്. കാരണം ഈ നാട്ടുകാർ പറയുമ്പോൾ പരമാവധി നിങ്ങളത് കേൾക്കുക. കാരണം അവരറിയുന്നത് കൊണ്ട് പറയുന്നതാണ്. കടലിൽ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളും ഇറങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളും ഒക്കെ അവർക്ക്, നാട്ടുകാർക്കും മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ഒരു പരിധി വരെ അറിയാൻ പറ്റും. അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത് പറഞ്ഞതേ ഉള്ളൂ. കാരണം കടൽ എന്ന് പറയുന്ന ഒരു ഹരമാണ്. കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നും ആർക്കും. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നും ഇവിടെ കാണിക്കാനില്ല. ശരിക്കും പറഞ്ഞാൽ വാടാനപ്പള്ളി ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വാടാനപ്പള്ളി ബീച്ച് അവിടത്തേക്കാളൊക്കെ സ്നേഹതീരം ആ ഭാഗത്തൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടിയും നല്ല ഒരു സ്ഥലമായിട്ട് തോന്നുന്നത് വാടാനപ്പള്ളി ബീച്ചാണല്ലോ. ശരിക്കും കടൽ കാണാനും ആസ്വദിക്കാനൊക്കെ വരുന്നവർക്ക് കുറച്ച് സമയം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം ശരിക്കും ഇപ്പോൾ വാടാനപ്പള്ളി ബീച്ച്. അവിടെ ബോട്ടിൽ ബൂത്ത് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലായിടത്തും. നല്ല ഇരിപ്പിടങ്ങൾ, കരിങ്കല്ലിൻ്റെ ഇരിപ്പിടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കുറേ ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ. അതിലൊക്കെ നമുക്ക് വന്നിരിക്കാം. ഇരുന്ന് ശരിക്കും കടൽ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വാടാനപ്പള്ളി ബീച്ച്. പക്ഷേ നമ്മൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു റഷും അങ്ങനെയൊക്കെയാണ്. സമാധാനമായിട്ട് കടൽ കാണണമെങ്കിൽ ശരിക്കും ഇവിടെ വന്നിരിക്കാം. കടലിൽ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട്, വൈക്കുകളൊക്കെ പോകുന്നതൊക്കെ കാണാം. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. പിന്നെ ഇവിടെ കിടക്കുന്ന ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കയറി വരുന്നതാണ്. ഈ കണ്ടോ, തേങ്ങയും അതുപോലെ ചെടികളുടെ വേസ്റ്റുകളും സംഭവങ്ങളൊക്കെ കടലിൽ നിന്ന് കയറി വരുന്നതാണ്. പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊക്കെ ഒരുവിധം ബോട്ടിൽ ബൂത്തൊക്കെ വെച്ചതോടുകൂടി എല്ലാവരും അതിൽ നിക്ഷേപിക്കുന്നുണ്ട്. കടൽ തീരത്ത് ആരും വരുന്നവർ പ്രത്യേകിച്ച് നമ്മളിവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കുടിക്കും. അതിൻ്റെ കുപ്പിയും പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. അതാണ് സാധാരണ കാണുന്നത്. ഇപ്പോൾ ഒരുവിധം ആളുകളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ വേസ്റ്റ് ബിൻ കണ്ട ആളുകൾ അതിലിടാനുള്ളൊരു ഇത് അവർക്ക് ഉണ്ടാവും. പക്ഷേ അങ്ങനെ കാണാതാവുമ്പോഴാണ് അവർ തോന്നിയ സ്ഥലത്തൊക്കെ ഇട്ടിട്ട് പോകുന്നത്. പക്ഷേ ചിലർ വേസ്റ്റ് ബിൻ കണ്ടാലും അതിലിടാതെ പുറത്ത് തന്നെ ഇട്ടിട്ട് പോകുന്ന സ്വഭാവക്കാരും ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുതിര ലയുണ്ട്. കുതിര ഓട്ടം, കുതിരപ്പുറത്തൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ പഠിക്കണമെങ്കിലൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ കുതിരയോട്ടം പഠിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത്. ഫ്രണ്ടിൽ ഒരു ചായക്കട, ചായയും കൂൾ ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. വേറെ അധികം കടകളൊന്നും ഇവിടെ ഇല്ല. പിന്നെ അങ്ങോട്ട് ചിലങ്ക ബീച്ചിലേക്ക് പോയാൽ കുറച്ച് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കേണ്ടവർക്ക് അവിടെ കഴിക്കാം. അങ്ങനെ കാലവർഷത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങി. തരക്കേടില്ലാത്ത മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കുറച്ച് നേരം മഴ വിട്ടു നിന്നു. ഇപ്പോൾ വൈകുന്നേരം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും മഴയൊക്കെ കിട്ടുന്നുണ്ടോ? 2ാം ഘട്ടം ഇവിടെ എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് പെയ്തിട്ടുണ്ട്. രാത്രി പെയ്യാനുള്ള ഒരുക്കങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. മാനത്ത് നല്ല മഴക്കാരൊക്കെ വെച്ച് വരുന്നുണ്ട്. കടലൊന്നും വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ല. അപ്പോൾ ശരി, എന്തായാലും നാളെ കാണാം.